ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോ ഭാഗ്യമുള്ളോർ നിശ്ചയം. രാവിലെ ഉണരുമ്പോ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാലടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാലടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു. അപ്പോഴും എൻ വേദത്തിൻ്റെ ചക്രം മുന്നോട്ടോടുന്നു. അപ്പോഴും എൻ വേദത്തിൻ്റെ ചക്രം മുന്നോട്ടോടുന്നു. സമയാമ വേദത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമദീന ബന്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമദീന ബന്ധപ്പെട്ടോടിടുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സമയത്തിൻ്റെ വില തിരിച്ചറിയുക എന്നൊരു വിഷയമാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ നടന്ന ഒരു സംഭവത്തോടുകൂടെ ഇവിടെ ഒരു ചിന്ത അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിശ്വാസ സത്യങ്ങളിലേക്ക് ഇറങ്ങിയ കാലഘട്ടം. സഭയിലെ സഹോദരങ്ങൾ രാവിലെയും വൈകിട്ടും ഓരോ ഭവനങ്ങൾ കയറി ഇറങ്ങി സത്യസുവിശേഷം അറിയിക്കുക പതിവായിരുന്നു. ഒരു ദിവസം സഭയിലെ 2 സഹോദരന്മാർ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പായി ഒരു ഭവനത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് കരുതി അവിടേക്ക് പോയി. രാവിലെ 9 മണിക്കുള്ള ട്രെയിന് പിടിച്ചുവെങ്കിലേ സമയത്തിന് ഓഫീസിൽ ചെന്ന് ചേരുവാൻ സാധിക്കത്തുള്ളൂ. അല്പനേരം സുവിശേഷം അറിയിച്ച ശേഷം ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. 8:15 പ്രാർത്ഥന ആരംഭിച്ച സഹോദരൻ ആദാം മുതൽ ഉള്ള സൃഷ്ടിയുടെ വിഷയങ്ങളെ എടുത്തുദ്ധരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യോസഫിനെ പൊട്ടക്കിണറ്റിൽ ഇടുന്ന പശ്ചാത്തലം വരെ പ്രാർത്ഥന കേട്ടുനിന്ന മറ്റേ സഹോദരൻ ട്രെയിനിൻ്റെ സമയം നോക്കി സ്റ്റേഷനിലേക്ക് ഓടി തൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി. വൈകിട്ടൊരു ഭവനപ്രാർത്ഥന എല്ലാവരും കൂടിയപ്പോൾ പ്രാർത്ഥിച്ച സഹോദരനോട് എപ്പോഴാണ് യോസഫിനെ പൊട്ടക്കുഴിയിൽ നിന്നും കയറ്റിയതെന്നും എപ്പോൾ ജോലിക്ക് ഓഫീസിൽ എത്തിയെന്നും ചോദിച്ചപ്പോഴാണ് മറ്റുള്ളവർ സംഭവം അറിയുന്നത്. ഇവിടെ ഒരു വിഷയം ഓർപ്പിക്കാനാണ് ഞാനിവിടെ ഈ സംഭവം ചെറുതായി വിവരിച്ചത്. പ്രാർത്ഥന നല്ലതാണ്, എന്നാൽ എല്ലാറ്റിനും അതിൻ്റേതായുള്ള സമയമുണ്ട്. സാഹചര്യം നോക്കി വേണം പ്രാർത്ഥിക്കുന്നത് തുടരുവാൻ. ന്യൂജേഴ്സിയിൽ നടന്ന ഒരു സംഭവം, ഒരു ശവസംസ്കാര ശുശ്രൂഷയുടെ ഒരു വിഷയം കൂടെ ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ന്യൂയോർക്കിന് സമീപത്തുള്ള ന്യൂജേഴ്സി എന്ന സ്റ്റേറ്റിലായിരുന്നു സംഭവം. ഫ്യൂണറൽ ഹോമിലെ ശുശ്രൂഷകൾക്ക് ശേഷം സെമിത്തേരിയിൽ വെച്ചുള്ള ശുശ്രൂഷ അവസാനിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്കായി ഒരു ദേവാസന ഏൽപ്പിച്ചു. മഴയാണ് എങ്കിൽ അടക്കം കഴിഞ്ഞിട്ട് പെയ്യുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ജനങ്ങളെല്ലാവരും ശ്വാസം അടക്കി നിൽക്കുകയാണ്. നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ പല പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ടുന്ന പാസ്റ്ററുടെ കോട്ടിൽ വലിക്കുന്നത് കാണുവാൻ സാധിച്ചു. എല്ലാവരുടെയും കണ്ണ് അദ്ദേഹത്തിലേക്ക് ആയി. ഒടുവിൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ എത്തിയപ്പോഴേക്കും ലീഡ് ചെയ്ത പാസ്റ്റർ ഏതോ രീതിയിൽ പ്രാർത്ഥന അവസാനിപ്പിച്ചു. ഞാനിവിടെ ഇത്രയും സംഭവങ്ങൾ എഴുതിയതിൻ്റെ കാരണം ദൈവത്തിന് സമയത്തിൻ്റെ കാര്യത്തിലും വളരെ കൃത്യനിഷ്ഠയുള്ളതായി ദൈവവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തുടങ്ങാൻ സാധിക്കും. ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ചിന്ത അവസാനിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ സോദോമിൻ്റെ നാശത്തിന് മുമ്പ് ദൂതന്മാർ ലോത്തിൻ്റെ ഭവനത്തിൽ എത്തിയപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾക്ക് ശേഷം ദൂതന്മാർ ലോത്തിനെ അവിടെ നിന്ന് ബന്ധപ്പെടുത്തി കുടുംബത്തോട് പുറത്തേക്ക് ഓടുന്നതായി വായിക്കുന്നുണ്ട്. ഉഷസ്സായപ്പോൾ അവിടെ രക്ഷപ്പെടുവാനുള്ള മാർഗമായിരുന്നു വലുത്. അതല്ലാതെ അവരെ അബ്രഹാമിൻ്റെ ഭവനത്തിൽ സൽക്കരിച്ചതുപോലുള്ള സൽക്കാരങ്ങളായിരുന്നില്ല അവിടെ ആവശ്യം. അവിടെ സമയത്തിനായിരുന്നു വില. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവരെ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുന്നതായിരുന്നു ദൂതന്മാരുടെ ലക്ഷ്യം. അടുത്തതായി യാക്കോബ് ദൂതനുമായി മൽപ്പിടുത്തം നടത്തിയപ്പോൾ അനുഗ്രഹം ചോദിച്ച യാക്കോബിനോട് ദൂതൻ പറഞ്ഞത്, എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ. ഇവിടെയും സമയത്തിന് ദൈവത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിയണം.
ദൈവദിനത്തിൽ സമയത്തിൻ്റെ വിലയുടെ പ്രാധാന്യം വളരെയാണ്. യോശുവ സൂര്യചന്ദ്രന്മാരെ വാഗ്ദാനം നിർത്തിയ സംഭവം മൂലം സമയക്രമങ്ങളുണ്ടായ മാറ്റങ്ങൾ, ഇസ്ക്യാവിൻ്റെ ഘടികാരത്തിലെ മാറ്റങ്ങൾ, ഇങ്ങനെ സമയത്തിന് വളരെ പ്രാധാന്യതയുണ്ട്. അതൊന്നും വിവരിപ്പാൻ താല്പര്യപ്പെടുന്നില്ല. പ്രിയ ശ്രോതാക്കളെ, നമ്മളിൽ എത്ര പേർ കൃത്യനിഷ്ഠയുള്ളവരാണ്? അത് അറിയണമെങ്കിൽ സർക്കാർ ഓഫീസുകൾ ആവശ്യങ്ങൾക്കായി ചെല്ലണം. ഒരു ദിവസം ഒരു ആവശ്യത്തിനായി മുനിസിപ്പാലിറ്റി ഓഫീസിൽ ചെന്നു അപേക്ഷ കൊടുത്തു. എന്നോട് പറഞ്ഞ നാളെ 10 മണിക്ക് വന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലെ രീതി അനുസരിച്ച് ഞാൻ കൃത്യസമയത്ത് അവിടെ എത്തി. കരിയില പൊഴിഞ്ഞു വീഴുന്ന പോലെ ഓരോരുത്തർ പല സമയങ്ങളിലായി ഇരിപ്പിടം ഉറപ്പിച്ചു. എനിക്ക് പേപ്പർ തരേണ്ട മാഡം അതുവരെ എത്തിയില്ല. എന്തിനു പറയുന്നു, 12 മണിയായപ്പോൾ അവർ എത്തി. ഞാൻ അവരെ സമീപിച്ചു. എന്നോട് പറഞ്ഞു, ഈ പേപ്പർ തരാനാണ് ഞാൻ നേരത്തെ എത്തിയതെന്ന്. എന്നിട്ട് പറഞ്ഞ്, പ്യൂൺ എവിടെയോ പോയിരിക്കുന്ന അയാളാണ് പേപ്പറിൽ സീൽ അടിക്കേണ്ടത്. വെയിറ്റ് ചെയ്യൂ, അയാൾ വരട്ടെ എന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ അവിടെയുള്ളവർക്ക് എല്ലാമായി പരിപ്പ് വടയും ചായയുമായി അയാൾ രംഗത്ത് വന്നു. പ്രിയരെ, നമ്മുടെ സമയത്തിൻ്റെ വില നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. മരണദൂതൻ വരുമ്പോൾ ഇതല്ല എൻ്റെ സമയം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? ഫറവോൻ്റെ പേരാണ് സമയം തെറ്റി വരുന്നവനെന്ന്. യെരമ്യാവ് 46:17 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ നമ്മുടെ സമയങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കുവാൻ ദൈവമായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ കൃപ ചെയ്യട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. കൃത്യസമയം പാലിച്ച് ദൈവത്തോടും മനുഷ്യരോടും നീതിയുള്ളവരെ കാണുവാൻ തക്കണം, നീതി പുലർത്തുവാൻ ദൈവമായ കർത്താവ് ഏവരുടെയും ജീവിതം സഹായിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവ ചെറിയ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.